ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല പച്ചയിലായിരുന്നു കേട്ടോ. നല്ല തിളങ്ങുന്നുണ്ടായിരുന്ന അയില. അപ്പൊ അത് കറിയും കൂടെ വെക്കണം, പിന്നെ അത് ഫ്രൈയും കൂടെ ചെയ്യണം. അതിനാവശ്യമായ തേങ്ങയൊക്കെ ഞാൻ ചിരവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തേങ്ങ അരച്ചെടുക്കാം നമുക്ക്. ഒരു ഒരു മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ, ചെറിയ സ്പൂണാണ് കേട്ടോ. ആ സ്പൂണിന് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടി മിക്സ് ചെയ്ത് പിടിപ്പിച്ചതാണ്. അതും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇന്ന് അയില കറി വെക്കാൻ പോകുന്നത്. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരപ്പിന് ആവശ്യമായിട്ടുള്ള ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ആവശ്യമായ പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങയിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. എനിക്ക് മാങ്ങയിട്ട കറിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഈ സമയത്ത് നമുക്ക് മാങ്ങയൊക്കെ ധാരാളം കിട്ടുന്നതല്ലേ. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ, മാങ്ങ ഇല്ല, മാവും ഇല്ല, ഒരു മാവേ ഉള്ളൂ. എന്നാലും എൻ്റെ വീട്ടിലുള്ള കാരണം അവിടെ പോകുമ്പോൾ ഞാൻ മാങ്ങയൊക്കെ ആവശ്യത്തിന് കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കാം. അതിൻ്റെ കൂടെ നമുക്ക് അപ്പം നമ്മൾ റൂട്ട് വിട്ടുപോയി. അപ്പം നമുക്ക് അയിലക്കറിയിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പം നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഈ അയിലക്കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് മീൻ ഇടാനായിട്ട്. അത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തെ നമുക്ക് അയില ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് പെരിഞ്ചീരകം, വലിയ ജീരകമാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കൂടെ നമ്മളൊന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ അയില ഫ്രൈ ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും മുളക് പൊടി ഇട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരേ ടേസ്റ്റ് ആയി പോകത്തില്ല. അപ്പൊ പച്ചമുളകും കുരുമുളക് പൊടിയും പെരിജീരകവും കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട്, ഉള്ളിയുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ, ഉള്ളിയും കൂടെ അരച്ചെടുത്തിട്ടാണ് നമ്മൾ ഇന്ന് അയില ഫ്രൈ ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രത്യേക മണവും ടേസ്റ്റിന് തന്നെ ഒരു വ്യത്യാസം വരും. പിന്നെ പച്ചമുളക് ഇട്ട കാരണം കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ചുവന്ന് കളറും കൂടെ വേണ്ടേ, അല്ലെങ്കിൽ വെളുത്തിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മിക്സിയിലേക്ക് നമുക്ക് നേരത്തെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയിലയും കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് അത് നമുക്ക് നല്ലപോലെ പെരട്ടിയൊക്കെ വെച്ചിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് വേണം അത് വറുത്തെടുക്കാനായിട്ട്. അപ്പൊ ആ മസാലയെല്ലാം അയിലയിൽ അതൊക്കെ നന്നായിട്ട് പിടിച്ചൊക്കെ ഇരിക്കും. എന്നിട്ട് വറുക്കുമ്പോഴത്തേക്കും മസാലയൊക്കെ പിടിച്ചിരുന്നിട്ട് അത് പൊടിഞ്ഞു പോകാതെയൊക്കെ ഇരുന്നോളും. അതുകൊണ്ട് ആ മസാലയെല്ലാം കൂടെ ഞാൻ അയിലയിലേക്ക് നന്നായിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട്. മസാല മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര പാടായിരുന്നു. ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും ഇതിനകത്തോട്ട് അങ്ങ് പിടിക്കുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇനി പിടിക്കത്തില്ലേ, ഇനി മസാല പിടിക്കാതിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വറുത്തപ്പോഴത്തേക്കാണ് മനസ്സിലായത് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. അത് നമ്മൾ ആ ഒരു ഇതിൽ തേച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ഫ്രൈ ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ അയില കറിയുടെ അകത്തോട്ട് ഞാൻ മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി കേട്ടോ. ഞാൻ ഓൺ ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്, മിസ്സായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അയില ഞാൻ അരപ്പിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കും. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അയില അതുകൂടി ഇട്ട് കൊടുക്കുക. അയില ഓരോന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എടുത്ത വഴിക്ക് ഞാൻ മറ്റേ കൈകളിൽ പിടിച്ചിട്ടേ മസാല എല്ലാം കൂടെ ഒരു മറുവശത്തേക്ക് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അയില ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പൊ 2 സൈഡിലും മസാല പിടിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. വറക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു സൈഡിലും മസാല പിടിക്കാതിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പൊ 3 അയിലയാണ് ഞാൻ, 3 അല്ല 4 ഉണ്ടായിരുന്നു. ഇതിനകത്ത് കുരുമുളക് പൊടിയും മുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർക്കുന്ന പറഞ്ഞേ പിള്ളേർ ഇനി കഴിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ ഒരു അയില അധികം മുളക് ഒന്നും ചേർക്കാതെയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അയിലക്കറിയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. അയിലക്കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അയിലയുടെ. എന്നാലും നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം, അതിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പച്ചവെളിച്ചെണ്ണയൊക്കെ കൂടെ ഒഴിച്ച് ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് പറ്റിയാൽ മതി കേട്ടോ. അത് സിമ്മിലിട്ട് ഒന്ന് പറ്റിച്ചെടുക്കണം. അത് നിങ്ങൾ എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതേ അയിലേക്ക് ഒരു വശം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരു വശത്തേക്ക് മറുവശം മറിച്ചിടുവാണ് കേട്ടോ.
നോക്കിയാലേ നല്ല മസാലയൊക്കെ നന്നായിട്ടൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടക്ക് എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. എന്നാലും അമ്മ ചെയ്ത് തരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ആയിരുന്നു. അമ്മമാരുടെ കറിക്കല്ലെങ്കിലും പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അപ്പൊ അതിലെല്ലാം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചോറുമായിട്ട് കഴിക്കാൻ പോവാണ്. എൻ്റെ ചാനൽ കാണുന്നതിന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ.